പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പ്രചരണമാണ് പുരോഗമിക്കുന്നത്. വലിയ ശക്തമായ മത്സരം ഇത്തവണ പത്തനാപുരത്ത് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പതിവില്ലാത്ത പോരാട്ടം ഉണ്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് അതിന്റെ ഒരു വസ്തുത? എല്ലാ പോരാട്ടവും പതിവില്ലാത്തതാണ്. ഓരോന്നും പ്രശ്നമാണല്ലോ എല്ലാം. എപ്പോഴും ഈസി വാക്ക് ഓവർ അല്ലല്ലോ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും മത്സരങ്ങൾ നടക്കും. പൊളിറ്റിക്കലാവുന്നതിൽ വിരോധമല്ല, പക്ഷേ ഇവിടെ ഇത് വ്യക്തിപരമാവുകയാണ്. കാരണം വളരെ നിലവാരം കുറഞ്ഞ പ്രചരണ പരിപാടികളാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. ഒരാളുടെ പ്രചരണത്തിൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു നാടിൻ്റെ വികസനം, നാടിൻ്റെ പുരോഗതി, നാട്ടുകാർക്കുണ്ടാകുന്ന നന്മ, അതാണ് ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് സ്ഥാനാർത്ഥി തന്നെ UDF സ്ഥാനാർത്ഥി തന്നെ വളരെ മേച്ഛമായ ഭാഷ ഉപയോഗിച്ച് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു വണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. അസഭ്യം പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പ്രചരണം നടത്തിയ ഒരു വാഹനം ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് UDFൻ്റെ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലെ USB എടുത്ത് പരിശോധിച്ചാൽ, മെമ്മറിയിലൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് പരിശോധിച്ചാൽ UDF സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അയോഗ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അദ്ദേഹം തീരുമാനിക്കും. ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ട്, അവർ വണ്ടി പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അത്തരമൊരു നികൃഷ്ടമായ പ്രചരണ പരിപാടികൾ കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് ചേർന്നാണോ എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയില്ല. ഞങ്ങൾ പോസിറ്റീവായിട്ട് ഈ നാടിന് ചെയ്ത കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ട്, സർക്കാരിനെ കൊണ്ട്, കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അതിനെക്കുറിച്ചുള്ള ചർച്ച മാത്രം. പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും അതിർവരമ്പുകൾ ലംഘിച്ച സ്ഥാനാർത്ഥി എന്നാണ് നമ്മോട് സംസാരിക്കുമ്പോൾ ചാമക്കാല പറഞ്ഞത്. അതിർവരമ്പ് അദ്ദേഹം നല്ലോ കയ്യാല കെട്ടും. അദ്ദേഹം കയ്യാല കെട്ടി അവിടെ ഇരുന്നാൽ മതി. നമ്മളെ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. കേരളത്തിലൊരു മന്ത്രി എന്ന നിലയിൽ അഴിമതിയില്ലാതെ കേരളത്തെ 3 തവണ മന്ത്രിയായിരിക്കുകയും ഏറ്റെടുത്ത എല്ലാ വകുപ്പുകളിലും മാന്യമായ നിലയിൽ പുരോഗതി കൈവരിക്കാനും കഴിഞ്ഞ ഒരു സാധാരണ മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ് ഞാൻ. അത് എൻ്റെ നാടിന് അഭിമാനം തന്നെയാണ്. പിന്നെ വീട്ടിനകത്ത് ഒളിഞ്ഞു നോക്കുന്നത് വേറെ ആൾക്കാരുടെ ചില സംസ്കാരമാണ്. അത് അയാളോട് ചോദിച്ചാൽ മതി. ഈ വികസനം ഒന്നും നടന്നിട്ടില്ല. UDF കാലത്ത്, ആന്റണി സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാത്രം നടന്ന വികസനം എന്നാണ്. ഇതിപ്പോൾ പണി തീർന്നിടത്ത നാളായി കാണും. ഈ റോഡ് നോക്കിയാൽ ഈ റോഡൊന്ന് കാണൂ. ഈ റോഡ് പണി തീർന്നിട്ട് എത്ര നാളായി കാണും? 1-1.5 മാസമായി കാണും. ഇതെങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ ആന്റണിയുടെയും കാലത്താവുന്നത്? എങ്ങനെയാണ്? ഇവിടെ താലൂക്ക് ആശുപത്രി സ്ഥാപിക്കും 98 കോടി രൂപ. കിഫ്ബി പദ്ധതി എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. കിഫ്ബി പദ്ധതിയിലൂടെയാണ് ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പലതും നവീകരിച്ചത്. എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകൾക്കും കെട്ടിടം കിട്ടി. 5 കോടി രൂപയുടെ പദ്ധതി വെട്ടിക്കോല കിട്ടി. 98 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി വരുന്നു. അതിന് സ്ഥലമെടുത്തത് LDFൻ്റെ പഞ്ചായത്തുകളാണ്. ഇതെല്ലാം ചെയ്ത് LDFൻ്റെ ബ്ലോക്ക് പഞ്ചായത്തും LDFൻ്റെ പഞ്ചായത്തുകളും ചേർന്നാണ് സ്ഥലമെടുത്തത്. 98 കോടി രൂപ അനുവദിച്ച് കിഫ്ബി എന്നാണ്. അത് ശ്രീ ആന്റണി സാറിൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ കാലത്താണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ചെറിയ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കേണ്ടത്. ഞങ്ങളല്ല, ഞങ്ങൾക്ക് സംശയമില്ല. താലൂക്ക് രൂപീകരണത്തിനും തർക്കം പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി 2013 നിയമസഭയിൽ കടലാസ് കൊടുത്ത് അന്ന് രൂപീകരിച്ച താലൂക്കാണ്. പിന്നെ ഇപ്പോഴല്ല താലൂക്ക് രൂപീകരിക്കാൻ എവരായാലും കടലാസ് കൊടുത്തില്ലല്ലോ. ഗണേഷ് കുമാറാണ് കടലാസ്. ഞാൻ അന്ന് 2014 UDF എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഘടകകക്ഷിയുടെ നേതാവും പാർലമെൻ്ററി പാർട്ടി ലീഡറുമാണ്. അപ്പോൾ എൻ്റെ ആവശ്യം അംഗീകരിക്കുക എന്നുള്ളത് ഒരു UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അത്തരത്തിൽ ഘടകകക്ഷിയുടെ നേതാവായതുകൊണ്ട് എൻ്റെ ആവശ്യം പരിഗണിച്ചു. അന്ന് വേറെ പലതും പരിഗണിച്ചില്ല. അന്ന് KM മാണിയാണ് പരിഗണിച്ചത്. ഉമ്മൻചാണ്ടിയോട് പറയുമ്പോൾ ഉമ്മൻചാണ്ടി 2 പേരുകളാണ് എഴുതി കൊടുത്തത്. അതിലൊന്ന് മാത്രമേ ശ്രീ KM മാണി സാർ പരിഗണിച്ചുള്ളൂ. അത് പത്തനാപുരം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ KM മാണിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. അദ്ദേഹമാണ്. അദ്ദേഹം ബഡ്ജറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കടലാസ് എഴുതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി അടുത്ത് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 2 വടക്കൻ കണ്ണൂരിലൊരു താലൂക്കും കൂടി ചേർത്ത് എഴുതിയാണ് തന്നത്. അതിൽ ഒരെണ്ണം വെട്ടിയിട്ട് മാണി സാർ എന്നോട് പറഞ്ഞ വാക്കുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരെണ്ണം മതി, ഇത് മതി, പത്തനാപുരം മതി എന്ന് പറഞ്ഞിട്ടാണ് പത്തനാപുരം തന്നത്. അപ്പോൾ മാണി സാറാണ് അത് തന്നത്. ഏതായാലും സംശയമൊന്നുമില്ല, ഭൂരിപക്ഷം കൂടും. അങ്ങനെയല്ലേ? അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകർ ജനങ്ങളോട് ചോദിക്കുക, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് ഇവിടെ വികസനം വന്നിട്ടുണ്ടോ? ഇപ്പോൾ വികസനം വന്നിട്ടില്ലെങ്കിൽ വികസനം വന്നിട്ടില്ല എന്നാണ് പറയേണ്ടത്. അത് എതിർ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുകയല്ല ചെയ്യുന്നത്. അത് അന്തസ്സില്ലാത്ത പരാജയ ഭീതി കൊണ്ട് ചെയ്യുന്നതാണ്. അതൊരു റെക്കോർഡ് ചെയ്തിട്ട് അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നത് UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ലജ്ജിച്ച് തലതാഴ്ത്തും. കാരണം അതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നവർ. ഇന്ന് എന്നൊരാളാണ് പറഞ്ഞത്, ഇന്നലെ ഇവിടെ വന്ന് സ്ഥാനാർത്ഥി നിങ്ങളെപ്പറ്റി ഒരുപാട് വൃത്തിയോട് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ 5 വോട്ടുണ്ട്, നിങ്ങളെ ജയിപ്പിക്കണം എന്ന് ഞാൻ അപ്പോൾ തീരുമാനിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം രാഷ്ട്രീയം ഒന്നുമുള്ള ആളല്ല. അദ്ദേഹം എന്നെ പറഞ്ഞു നിങ്ങളെ ഞാൻ അടുത്ത് ചെന്ന് വോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നലെ UDF സ്ഥാനാർത്ഥി നിങ്ങളെപ്പറ്റി ഒരുപാട് അനാവശ്യം ഇവിടെ എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളെ ജയിപ്പിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ഇതാണ് പത്തനാപുരത്തെ ജനങ്ങളുടെ വികാരം. കുറച്ചുകൂടി നന്നായി ചീത്ത പറഞ്ഞോളൂ, നല്ലതല്ലേ പറഞ്ഞോളൂ. അതിനെന്താ? ഒരു സന്തോഷം, മനസ്സിനൊരു തൃപ്തി വരുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം.
അത് വന്നോട്ടെ. പക്ഷേ ഞങ്ങൾ ഈ തിരിച്ചു പറയാനോ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിച്ചാലും പറഞ്ഞാൽ തീരാത്ത അത്രയും വികസന പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ. അത് പറഞ്ഞാൽ പോരെ. പിന്നെ LDF സർക്കാരിനെ പറ്റി ഗുണങ്ങളെപ്പറ്റി പറഞ്ഞാൽ എന്തെല്ലാം പറയാനുണ്ട്. 5 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു. ഞങ്ങൾക്ക് കിട്ടിയല്ലോ പട്ടയം. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് പട്ടയം കിട്ടിയല്ലോ. കനാൽ പുറമ്പോക്കി താമസിച്ചവർക്ക് കിട്ടി, കമ്മൂഞ്ചേരി ദേവസ്വം പട്ടയം കിട്ടി, പിന്നെ RPL പട്ടയം കിട്ടി, വനഭൂമി പട്ടയം കിട്ടാൻ പോകുന്നു. ഇതെല്ലാം 5 ലക്ഷം പേർക്ക് ഭൂമി കൊടുത്ത സർക്കാർ, 5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്ത സർക്കാർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ PSC വഴി സർക്കാർ ഉദ്യോഗത്തിലേക്ക് സെലക്ട് ചെയ്തെടുത്ത് നിയമിച്ച സർക്കാർ. ഇതൊക്കെ പിണറായി സർക്കാരിൻ്റെ പ്രത്യേകതകൾ കയ്യിലിരിക്കുമ്പോൾ ഇത് പറയുന്നതിന് പകരം ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നില്ല, ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ പറയില്ല. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ടാണ് പറയാറ്. ഇതാണ് KB ഗണേഷ് കുമാറിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം 25 വർഷം ഒരു മണ്ഡലത്തെ തുടർച്ചയായി പ്രതിദാനം ചെയ്ത അപൂർവതകൾക്ക് ഉടമയായ നേതാവാണ് KB ഗണേഷ് കുമാർ. ആ വിശ്വാസം ഇപ്പോഴും ആ ജനത തന്നിൽ അർപ്പിക്കുന്ന ഉറച്ച പ്രതീക്ഷയിലാണ് KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിക്കുന്നത്. വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു, വികസനത്തിന് മറുപടി പറയുക, അപ്പുറത്തേക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിൽ കടന്നു പോകരുതെന്നാണ് UDF-നോട് KB ഗണേഷ് കുമാറിന് പറയാനുള്ളത്. പത്തനാപുരത്ത് നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, News 18.